കേരളത്തിൽ സ്വർണ്ണ മയക്കുമരുന്ന് കള്ളക്കടത്ത് വർദ്ധിച്ചു വരുന്നു എന്നതൊരു സത്യമാണ്. ശ്രീലങ്കയിലും മറ്റും തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ കള്ളക്കടത്തിലൂടെയും മറ്റും ഒഴുകിയെത്തിയ കണക്കില്ലാത്ത പണം മുഖ്യ പങ്ക് വഹിക്കുന്നതായി ഇൻ്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിലെ ഇത്തരം കള്ളക്കടത്തുകൾ വല്ലപ്പോഴുമൊക്കെ പിടിക്കപ്പെടുന്നതായുള്ള വാർത്തകൾ വരുന്നു എന്നതല്ലാതെ അവയുടെ ഉറവിടമോ ലക്ഷ്യമോ തെരഞ്ഞു പോകാനോ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പുറത്തു കൊണ്ടുവരാനോ സംസ്ഥാനത്തെ നിയമ ഭരണ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. വ്യാപകവും സംഘടിതവുമായ ഇത്തരം കള്ളക്കടത്തുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് വ്യക്തികളല്ലെന്നും അവയൊന്നും തന്നെ ഒറ്റപ്പെട്ടതോ കേവലം സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യം വെച്ചുള്ളതോ അല്ലെന്നും അറിയാമെങ്കിലും അവയുടെ നിയന്ത്രണവും അവയ്ക്കെതിരെയുള്ള നടപടികളും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഡിപ്ലോമാറ്റിക് ബാഗിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസ് വാർത്തയാകുന്നത്. പ്രസ്തുത സ്വർണ്ണക്കടത്തിന് തീവ്രവാദവുമായി ബന്ധമുണ്ടെന്നും അത് കേരളത്തിലെ സ്വർണ്ണ വ്യവസായം, റിയൽ എസ്റ്റേറ്റ്, സിനിമ, മറ്റ് വ്യവസായ മേഖലകൾ എന്നിവയോട് മാത്രമല്ല ഭരണത്തിലിരിക്കുന്ന ഉന്നതരോടും ഉദ്യോഗസ്ഥ വൃന്ദത്തോടും കൂടി ബന്ധപ്പെട്ടതാണ് എന്നുമുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കള്ളക്കടത്തും അതിലൂടെ സ്വരുക്കൂട്ടുന്ന പണവും പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് ഈ ലക്കം സത്യാന്വേഷി ചർച്ച ചെയ്യുന്നത്. ഏവർക്കും സ്വാഗതം. ഭരണരാഷ്ട്രീയ മേഖലകളിൽ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഡിപ്ലോമാറ്റിക് ബാഗിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഡിപ്ലോമാറ്റിക് ബാഗിൽ സ്വർണം കടത്തിയതിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. UAE കോൺസുലേറ്റിലേക്കുള്ള പാഴ്സലിൽ സ്റ്റീൽ പൈപ്പുകൾക്കുള്ളിലാണ് സ്വർണമുണ്ടായിരുന്നത്. പല ബോക്സുകളിലായി സ്വർണമെത്തിയത് ദുബായിൽ നിന്നാണ്. കസ്റ്റംസിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തി സ്വർണം പിടികൂടിയത്. 2020 ജൂലൈ 5 തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിലേക്ക് വന്ന 15 കോടി രൂപയുടെ സ്വർണം ഇപ്രകാരം കസ്റ്റംസ് പിടിച്ചെടുത്തതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത്. കേസിൽ കോൺസുലേറ്റിലെ മുൻ PRO ആയ സരിത്തിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരുന്നു. മുഖ്യ ആസൂത്രക എന്ന് കസ്റ്റംസ് അധികൃതർ ആരോപിക്കുന്നത് മുൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥയും IT വകുപ്പിലെ കരാർ ജീവനക്കാരിയുമായ സ്വപ്ന സുരേഷിനെയാണ്. സംഭവം പുറത്തു വന്നതിനെ തുടർന്ന് സ്വപ്നയെ പുറത്താക്കി. കൂടാതെ ഇതിൻ്റെ പേരിൽ ആരോപണ വിധേയനായ IT സെക്രട്ടറി ശിവശങ്കരനെയും സർക്കാർ മാറ്റുകയുണ്ടായി. സ്വർണ്ണക്കടത്ത് കേസ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതിനാൽ UAPA പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ദേശീയ അന്വേഷണ ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വർണ്ണക്കടത്തിലൂടെ രാജ്യത്തെത്തിയ പണം ദേശീയ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതിനാലും പണം ഭീകരവാദ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യതയും പരിഗണിച്ചാണ് നടപടി എന്നാണ് NIA അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. തിരുവനന്തപുരത്തിന് പുറമെ ഹൈദരാബാദ് അടക്കമുള്ള മറ്റ് വിമാനത്താവളങ്ങളിലും ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയിരുന്നതായി അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അക്കാരണത്താൽ തന്നെ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് എത്തുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ. സ്വർണ്ണക്കടത്തിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് NIAയുടെ നിലപാട്. തിരുവനന്തപുരത്ത് സ്വർണവും സ്വർണ്ണബന്ധങ്ങളും തേടി NIA അന്വേഷണം നടക്കുമ്പോൾ കസ്റ്റംസ് അരിച്ചു പെറുക്കിയത് കോഴിക്കോട് ഭാഗമാണ്. കേരളത്തിലേക്ക് എത്തുന്ന സ്വർണം
എവിടേക്ക് പോകുന്നു, എവിടെ നിന്ന് വരുന്നു, എന്തിനെല്ലാമാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നിങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാനുണ്ട്. അതിനായി പ്രതികളുടെ ഇടപാടുകളും ബന്ധങ്ങളുമെല്ലാം കണ്ടെത്തണം. പ്രതിയായ ഫൈസൽ ഫരീദ് UAE-യിൽ നിർമ്മിച്ച വ്യാജമുദ്ര ഉപയോഗിച്ചാണ് സ്വർണ്ണക്കടത്ത് നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ കേരളത്തിലെത്തിച്ച സ്വർണം ആഭരണ നിർമ്മാണത്തിനല്ല, മറിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് NIA കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഈ സ്വർണം ജ്വല്ലറി ഉടമകൾക്കോ മറ്റാളുകൾക്കോ കൈമാറുന്നതിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക ലാഭമാണ് ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കപ്പെടുന്നത്. മലപ്പുറം സ്വദേശിയായ റമീസിനെ അറസ്റ്റ് ചെയ്തതിൽ നിന്നും സ്വർണം ജ്വല്ലറികളിലേക്കും തമിഴ്നാട്ടിലേക്കുമൊക്കെ വിതരണം ചെയ്യപ്പെടുന്നതിനെക്കുറിച്ച് കസ്റ്റംസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. റമീസിൽ നിന്ന് സ്വർണം വാങ്ങിയതിലൂടെ അറസ്റ്റിലായ ജലാൽ യത്തീം ഖാനയിൽ വളർന്ന ഒരു വ്യക്തിയാണ്. തമിഴ്നാട്ടിൽ കോഴിഫാം നടത്തിയിരുന്ന ജലാൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ദുബായിലേക്ക് പോകുന്നത്. എന്നാൽ കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപേ ജലാൽ അതീവ സമ്പന്നനായി തീർന്നു. സ്വർണ്ണക്കടത്തും മറ്റുമായി ബന്ധപ്പെട്ട പല കേസുകളിലും പ്രതിയായി തീർന്ന ജലാൽ ഒരു പിടികിട്ട പുള്ളിയായിരുന്നു. സ്വർണ്ണക്കടത്തിന് തീവ്രവാദവുമായി ബന്ധമുണ്ടോ എന്ന NIA അന്വേഷണം കേരളത്തിൽ വേരുകളുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് കൂടി വ്യാപിക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തിന് ദേശീയ അന്തർദേശീയ ബന്ധങ്ങൾ ഇത്തരം സാധ്യതകളിലേക്കുള്ള ശക്തമായ സൂചനകളാണ് നൽകുന്നത്. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകൾ പലതും പേരുമാറി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. ഇത്തരം സംഘടനകളിലെ ആളുകൾ രാഷ്ട്രീയ പാർട്ടികളിലും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിലും നുഴഞ്ഞു കയറിയിട്ടുള്ളതായും കാണാൻ കഴിയും. കേരളത്തിലെ മതസാമുദായിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് സമരം നയിക്കാനും സമുദായ സ്പർദ്ധ സൃഷ്ടിക്കാനും ഇക്കൂട്ടർ ശ്രമം നടത്തുന്നുണ്ട്. സമരങ്ങൾക്കു വേണ്ടി തട്ടിക്കൂട്ടിയിരിക്കുന്ന സാംസ്കാരിക സംഘടനകളും പല പേരുകളിലുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളെ വിലക്കെടുത്തും തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ ഇവർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നടന്നിരിക്കുന്ന സമരങ്ങളുടെ പലതിൻ്റെയും സ്പോൺസർമാർ ഇത്തരത്തിലുള്ള തീവ്രവാദ ബന്ധങ്ങളുള്ളവരാണ് എന്ന് അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിക്കുകയും അവർ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കസ്റ്റംസിൻ്റെ പിടിയിലായ റമീസ് തന്നെയും കൊച്ചി വിമാനത്താവളം വഴി 6 തോക്കുകൾ കടത്തിയതിന് മുൻപ് പിടിയിലായിട്ടുള്ള വ്യക്തിയാണ്. കേരളത്തിൽ ഏത് മുന്നണി ഭരിച്ചാലും തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും വിധം അധികാര സ്ഥാനങ്ങൾ കരസ്ഥമാക്കാനും തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഭാഗമായി അവരുടെ സാന്നിധ്യം അവർക്കെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇപ്പോൾ ഉണ്ട് എന്നത് നമുക്ക് കാണാവുന്ന വസ്തുതയാണ്. രാഷ്ട്രീയം കൊണ്ട് പലതാണെങ്കിലും ഉദ്ദേശം കൊണ്ട് എല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഈ പ്രസ്ഥാനങ്ങളെയെല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരിക്കുന്ന പാർട്ടിയിലായാലും പ്രതിപക്ഷത്തായാലും ബലം അളന്നു നോക്കിയാൽ ഇക്കൂട്ടർ ഏതാണ്ട് ഒരേ അളവിൽ എല്ലായിടത്തും കാണും. അതിനാൽ തന്നെ പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും അറിഞ്ഞില്ലെന്നും ഭാവിക്കുകയല്ലാതെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾക്ക് മറ്റൊന്നും ചെയ്യുക സാധ്യമല്ല. ഭരണകൂടത്തെ നിഷ്ക്രിയമാക്കിക്കൊണ്ടും താക്കോൽ സ്ഥാനങ്ങളിലുള്ളവരെ സ്വാധീനിച്ചുകൊണ്ടും നടത്തുന്ന നീചമായ ബൗദ്ധിക യുദ്ധമാണ് ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനും പുറമെ ലോക്സഭ, നിയമസഭ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പോലും വൻതോതിൽ പണമിറക്കാൻ ഇവർക്ക് സാധിക്കാറുണ്ട്. എല്ലാത്തിനും കൂറു കാണിക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവരുടെ ഭരണകാലം അതിന് മതിയാകാതെ വരും എന്നതാണ് സത്യം. അതിന് ഏറ്റവും വലിയ തെളിവാണ് സ്വർണ്ണക്കടത്തിനും ഹവാലയ്ക്കും
തീവ്രവാദവുമായി ബന്ധമുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇരു മുന്നണികളുടെയും ഭരണകാലത്തായി മുക്കിക്കളഞ്ഞത്. കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ഈ വിഷയം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടുകൾ നൽകിയിരുന്നു എങ്കിലും യാതൊരു നടപടികളും ഉണ്ടായില്ല എന്നതാണ് സത്യം. കസ്റ്റംസ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, എൻഫോഴ്സ്മെൻറ്റ്, പോലീസ് തുടങ്ങിയ ഏജൻസികൾ കേസുകൾ പിടികൂടുന്നതിന് പിന്നാലെ രഹസ്യാന്വേഷണ ഏജൻസികളും പ്രതികളുടെ വിവരങ്ങൾ തിരക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. പ്രതികളിൽ പലർക്കും തീവ്രവാദ സ്വഭാവമുള്ള വ്യക്തികളുമായും സംഘടനകളുമായും ബന്ധമുണ്ട് എന്ന് പലപ്പോഴായി ഇത്തരം അന്വേഷണങ്ങളിൽ മനസ്സിലായതിൻ പ്രകാരമാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടുകൾ നൽകിയത്. എന്നാൽ അത്തരം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം തന്നെ ആരോപിക്കുന്നത്. സർക്കാരുകളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന നിയമപാലകർക്കും ഒരു പരിധി കഴിഞ്ഞ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുക അസാധ്യമാണ്. ഇപ്പോഴത്തെ സ്വർണ്ണക്കടത്ത് പോലും ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള അന്വേഷണ വഴികൾ താണ്ടുമോ എന്നത് സംശയകരമാണ്. ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുന്തോറും അന്വേഷണത്തിൻ്റെ വേഗത കുറഞ്ഞ് വരും. സാവധാനം സ്വർണ്ണക്കടത്ത് തികച്ചും സതുദ്ദേശപരമായിരുന്നുവെന്നു പോലും കോടതി മുറിയിൽ തെളിയിക്കപ്പെടുക അസാധ്യമല്ലാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എങ്കിലും NIA അന്വേഷണം ഫലപ്രാപ്തിയിലെത്തുമെന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ പ്രതീക്ഷ. സ്വർണ്ണക്കടത്തിൻ്റെ ലാഭം പറ്റുന്ന വ്യവസായ മേഖലകൾ കേരളത്തിലുണ്ട് എന്നതും ഏവർക്കും അറിയാവുന്ന സത്യമാണ്. സ്വർണം, ടെക്സ്റ്റൈൽസ്, ടൂറിസം, ഷോപ്പിംഗ് മാളുകൾ, വാഹനങ്ങൾ, മൊത്ത വ്യാപാര സ്ഥാപനങ്ങൾ, റിയൽ എസ്റ്റേറ്റ്, സിനിമ എന്നിങ്ങനെ അത് വ്യാപിച്ച് വിശാലമായി കിടക്കുകയാണ്. രാജ്യത്തോടും തങ്ങളായിരിക്കുന്ന സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയോടെ ബിസിനസ് ചെയ്യുകയും മാന്യമായ ലാഭം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മറ്റെല്ലാ മനുഷ്യർക്കും ഇവർ ഒരു ഭീഷണിയായി തീരുകയാണ്. വലിയ തുകകൾ ഒരുമിച്ചിറക്കി റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ ഉറപ്പിക്കുകയും കച്ചവടം നടത്തുകയും കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് വലിയ വ്യാപാര സ്ഥാപനങ്ങൾ നിർമ്മിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പണം എങ്ങനെ, എവിടെ നിന്നാണ് എന്നത് ഇപ്പോൾ നമുക്ക് ഉത്തരമുള്ള ചില ചോദ്യങ്ങളാണ്. സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും ചോദ്യം ചെയ്യലുകളുമൊക്കെ സ്വർണ്ണക്കടത്ത് കേസുകളിലും ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിലെ സിനിമാ രംഗം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നും ഒരു പ്രത്യേക വിഭാഗത്തെ വെള്ളപൂശുന്നതിനും ന്യായീകരിക്കുന്നതിനുമായി മലയാള സിനിമാ രംഗം ഉപയോഗപ്പെടുത്തുന്നു എന്നുമുള്ള വിമർശനം കുറച്ച് നാളുകളായി ഉയരുന്നതാണ്. ക്രൈസ്തവ സമുദായത്തെയും ക്രൈസ്തവ സമുദായത്തിൻ്റെ നേതൃത്വത്തെയും ഇകഴ്ത്തിക്കാട്ടിയും കൂദാശകളെയും ദൈവാരാധനയെയും പരിഹസിച്ചും സിനിമകൾ രൂപം കൊള്ളുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല എന്നത് തർക്കമന്യേ ഏവർക്കും മനസ്സിലാകുന്നു. സിനിമക്കാരുടെ യാത്രകളും വാഹനങ്ങളും സ്വർണ്ണക്കടത്തിനായി ഉപയോഗപ്പെടുത്തി എന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോഴുള്ളത്. വിദേശ പ്രോഗ്രാമുകളും മറ്റും ഇത്തരം കാര്യങ്ങൾക്കുള്ള മറയായിരുന്നുവോ എന്നാണ് NIAയുടെ ഇപ്പോഴത്തെ സംശയം. സോഷ്യൽ മീഡിയയിലെ ചാരിറ്റി സംഘടനകൾ പലതും കള്ളപ്പണം വെളുപ്പിക്കാനും തട്ടിപ്പിനുമുള്ള മാർഗങ്ങളാണ് എന്ന പരാതികളും അനുബന്ധ പ്രശ്നങ്ങളും അടുത്ത കാലത്തായി ഉയർന്നു വരുന്നുണ്ട്. 30 ലക്ഷം ചികിത്സയ്ക്ക് ആവശ്യപ്പെടുമ്പോൾ ഒരാൾ മാത്രം 60 ലക്ഷം കൈമാറുന്നതും തുടർന്നും പണം വരുന്നതുമെല്ലാം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. നന്മമരങ്ങളെ ന്യായീകരിച്ചും പ്രോത്സാഹിപ്പിച്ചും സോഷ്യൽ മീഡിയ വാർ റൂമുകളും ഇവിടെ സജീവമാണ്. കേരളത്തിൽ നിറഞ്ഞു നിന്ന നഴ്സസ് സമരത്തിൻ്റെ മുന്നണി പോരാളികളുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് നിക്ഷിപ്ത താൽപ്പര്യങ്ങളുള്ളവർ ചർച്ച ചെയ്യപ്പെടേണ്ട ഇടങ്ങളെ വിഴുങ്ങിയതിനാലാണ്. നഴ്സുമാരുടെ സമരത്തെ പിൻപറ്റി കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ഹോസ്പിറ്റൽ ശൃംഖലയെക്കുറിച്ച് ആരും സംസാരിക്കാത്തതെന്താണ്? ദീർഘനാളുകൾ നീണ്ടുനിന്ന സമര പരിസരത്തു നിന്നും ചില ആശുപത്രികളെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ്? സംഘടനാ പ്രവർത്തകർക്ക് പോലും മനസ്സിലാകാത്ത വിധത്തിലായിരുന്നു
സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. നഴ്സുമാർക്ക് ഈ സമരം സംഘടനാപരമായും സാമ്പത്തികമായും ഗുണം ചെയ്തു എങ്കിലും നേതൃനിരയിലുണ്ടായിരുന്നവർ സാമ്പത്തിക തിരിമറി മൂലം കേസിലകപ്പെട്ടത് സത്യത്തെയും നീതിയെയും അധികനാൾ ആർക്കും മറച്ചുവെക്കാനാവില്ല എന്നതിൻ്റെ ഉത്തമ നിദർശനമാണ്. വസ്തുതകളെല്ലാം അറിയാമെങ്കിലും സത്യം പറയാനും ചർച്ച ചെയ്യാനും മടിക്കുന്ന മാധ്യമങ്ങളും ഈ ദുരവസ്ഥയുടെ കാരണക്കാരാണ്. ചില മാധ്യമങ്ങൾ സത്യം പറയുന്നില്ലെന്ന് മാത്രമല്ല, പണം ലഭിക്കുന്നിടത്തേക്ക് കൂറുമാറുകയും ചെയ്യുന്നത് മാധ്യമധർമ്മത്തിന് നിരക്കുന്നതല്ല. തീവ്രവാദവുമായി ബന്ധപ്പെട്ടും ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും ഏതു വാർത്തയും തൽപരകക്ഷികൾക്ക് വേണ്ടി വളച്ചൊടിക്കാനും ചിലപ്പോൾ അവഗണിക്കാനും ഭൂരിപക്ഷം മാധ്യമങ്ങളും തയ്യാറാകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. കേരളത്തിൽ നിന്ന് IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരിലെ സ്ത്രീകൾ ലവ് ജിഹാദിൻ്റെ ഇരകളാണ് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര മാധ്യമങ്ങളുണ്ട്? മാധ്യമങ്ങൾ വിലക്കെടുക്കപ്പെടുകയോ നിശബ്ദമാക്കപ്പെടുകയോ ചെയ്യുന്നു എന്നത് ഭീകരതയെ തൊട്ടടുത്ത് അഭിമുഖീകരിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ കേരളത്തിന് ഭീഷണിയാണ്. നിശബ്ദമാകുന്നു എന്നതിലുപരി നുണകൾ കൊണ്ട് പലരെയും ഭീകരതയിലേക്ക് അടുപ്പിക്കാൻ പോലും സഹായകമാം വിധം മാധ്യമപ്രവർത്തനം അധപ്പതിക്കുന്നതിനും ഈ കാലം സാക്ഷ്യമാണ്. കേരളത്തിൽ മതഭീകരത ശക്തമാകുന്നുണ്ട് എന്നതിന് നിരവധിയായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അറിയേണ്ടവർ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. 90കളിൽ ആരംഭിക്കുന്ന ഇത്തരം അസാധാരണ സംഭവഗതികളെ സാധൂകരിക്കുന്ന പോലീസ് അന്വേഷണങ്ങൾ തന്നെയുണ്ട്. മലപ്പുറത്തെ തിയേറ്ററുകളിൽ സിഗരറ്റ് ബോംബുകൾ കണ്ടെത്തുന്ന 90കളും കടലുണ്ടി പാലത്തിനടിയിൽ പൈപ്പ് ബോംബ് കണ്ടെത്തിയ 96-ലുമെല്ലാം പ്രബലപ്പെടുന്ന മതഭീകരതയെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും ഔദ്യോഗിക തലത്തിൽ അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട്. ഒരിക്കൽ മലപ്പുറം ജില്ലയിൽ നല്ലവനായ ഒരു മനുഷ്യൻ കൊല്ലപ്പെടുകയാണ്. അയാളൊരു ഹിന്ദു ആയിരുന്നു. സാധാരണയായി നല്ല ഒരു വ്യക്തി കൊല്ലപ്പെടാറില്ല. എന്തെങ്കിലും കുഴപ്പം കാണും എന്ന വിശ്വാസത്തിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായത് ഇതാണ്: ഒരു മുസ്ലിം വിധവയുമായി ഈ വ്യക്തിക്ക് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയാണ്. അപ്പോഴാണ് ഇതേ രീതിയിൽ തൃശ്ശൂരിൽ 2 സ്ഥലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് അറിയുന്നത്. പാലക്കാട് ആലത്തൂരിലും ഇതേ രീതിയിൽ കൊലപാതകം നടന്നിരുന്നു. 97-ൽ തന്നെ ഇങ്ങനെ 4 സംഭവങ്ങളാണ് നടന്നത്. മുസ്ലിം പെൺസുഹൃത്തുമായി അടുപ്പമുള്ള ഹിന്ദു പുരുഷന്മാർ കൊല്ലപ്പെടുന്ന രീതിയും ഒന്നു തന്നെയാണ്. ഈ 4 കേസുകളും 4 ഉദ്യോഗസ്ഥന്മാർ വളരെ സമർത്ഥമായി അന്വേഷിച്ച കേസുകളാണെങ്കിലും അവയ്ക്ക് പരസ്പരം ബന്ധമുണ്ടോ എന്ന് വീണ്ടും അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ JII എന്ന പേരിൽ ഒരു സംഘടന സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ ഇതിനകം കേരളത്തിൽ പലയിടങ്ങളിലായി 12ഓളം പേരെ ഈ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നും കണ്ടെത്തുകയുണ്ടായി. കൂടാതെ ഇവർ 200-ലധികം ആക്രമണങ്ങൾ 90കളിൽ നടത്തിയിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തി. 97-98 കാലഘട്ടത്തിൽ നടന്ന കാര്യമാണ് ഇത്. പക്ഷെ മാധ്യമങ്ങളിൽ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ലഭിച്ചില്ല. പിന്നീട് നടന്ന കോയമ്പത്തൂർ സ്ഫോടന കേസിൽ കേരളത്തിൽ നിന്ന് സ്ഫോടന വസ്തുക്കൾ കൊണ്ടുപോയതിൻ്റെ പേരിൽ ഒരാൾ അറസ്റ്റിലാവുകയുണ്ടായി. പിന്നീട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ 2 ബോംബുകൾ പൊട്ടി. മാറാട് ഒരു ബോട്ട് കത്തിച്ചു. ഇതൊക്കെ സംഭവിക്കുമ്പോഴും കേരളത്തിൽ ഭീകരപ്രവർത്തനമുണ്ട് എന്ന്, ഭീകരപ്രവർത്തകരുണ്ട് എന്ന് കേരളീയർ വിശ്വസിച്ചില്ല, അഥവാ അത് അവരിൽ നിന്ന് മറച്ചുവെച്ചു എന്നതാണ് സത്യം. ഭീകരപ്രവർത്തനത്തിന് തന്നെ 15ഓളം പേരെ അറസ്റ്റ് ചെയ്തപ്പോഴും കള്ളക്കേസാണെന്ന് പറഞ്ഞ് അവർക്ക് രക്ഷപ്പെടാൻ കേരളത്തിൽ അവസരങ്ങളുണ്ടായി. വാഗമൺ സമ്മേളനം നടന്നത് അറിഞ്ഞപ്പോഴും കേരളത്തിൽ ഭീകരരുണ്ട് എന്ന് വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല. എന്നാൽ എറണാകുളത്തുകാരായ 2 പേരുൾപ്പെടെ 4 പേർ കാശ്മീരിൽ കൊല്ലപ്പെടുകയും
അവരെ തിരിച്ചറിയാൻ കാശ്മീരിൽ നിന്ന് കേരളത്തിൽ അന്വേഷണമുണ്ടാവുകയും ചെയ്തപ്പോൾ അന്നുവരെ കേരളത്തിൽ ഭീകരരുണ്ട് എന്ന് സമ്മതിക്കാൻ വിസമ്മതിച്ചിരുന്നവർക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി. ഇതേ തുടർന്നാണ് കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോലുമുള്ള റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ടായത്. റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട് എന്ന് കേരളം അറിയാൻ തുടങ്ങിയത്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും സാമ്പത്തിക മേഖലകളിലും ഉദ്യോഗസ്ഥ രംഗത്തും എന്തിന് ജുഡീഷ്യറിയിൽ പോലും നുഴഞ്ഞുകയറ്റമുണ്ടായി. ഇതര സമുദായങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയിച്ച് പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്ന പ്രവണതകൾ രൂപം കൊണ്ടു. അവരിൽ ചിലരെ സിറിയയിലാണ് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞത്. അക്കാദമിക രംഗത്തും കലാസാംസ്കാരിക രംഗത്തും പ്രത്യേക പദ്ധതികളോടെ എത്തിച്ചേർന്നവർ മതം വ്യാപിപ്പിക്കാനും മറ്റുള്ളവരെ ഇല്ലാതാക്കാനും ശ്രമിച്ചു തുടങ്ങിയിടത്താണ് കേരളത്തിൻ്റെ പൊതുബോധം ഭീതിയോടെയാണെങ്കിലും ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, ഭീകരത എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുന്നതിനും മതവും അധികാരവും തമ്മിൽ കൂടിക്കുഴയുമ്പോഴും വാഗ്ദാന അധിഷ്ഠിതമായ ഒരു കാലിഫേറ്റ് രൂപം കൊള്ളണമെന്ന് ഒരു കൂട്ടം വിശ്വാസികൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിൽ പുരാതന കാലിഫേറ്റ് പുനരാവിഷ്കരിക്കുന്നതിനായി ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ IS എന്ന ഭീകര പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഐസിസ് എന്ന സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി കോടാനുകോടി രൂപ മുടക്കാനായി ലോകത്തെമ്പാടും ധാരാളം ആളുകൾ സന്നദ്ധരാണ്. ഇപ്രകാരം സന്നദ്ധരായവരുടെയും അവർ മുടക്കുന്ന പണത്തിൻ്റെയും പിൻബലത്തിലാണ് അന്തർദേശീയ രാഷ്ട്രീയ ഇസ്ലാം, ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ ഇസ്ലാം അഥവാ റാഡിക്കൽ ഇസ്ലാം ആഗോളതലത്തിൽ ശക്തി പ്രാപിക്കുന്നത്. അമേരിക്കയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് IS എന്നുള്ള പ്രത്യേക സ്റ്റേറ്റ് ഭരണം ഇപ്പോൾ ഏകദേശം ഇല്ലാതെയായി. IS ഭരിച്ചിരുന്ന ഇടം ഇപ്പോൾ തികച്ചും അരാജകത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവരുടെ ചിന്തയിൽ ഈ തുടച്ചു നീക്കലിന് കാര്യകാരണങ്ങളുണ്ട്. മധ്യപൂർവ്വ ദേശങ്ങളിലെ ക്രൈസ്തവരെ തങ്ങൾ ഓടിച്ചു വിട്ടതുകൊണ്ടാണ് പാശ്ചാത്യ ക്രിസ്ത്യാനിറ്റി തങ്ങളെ ഇല്ലാതാക്കിയത് എന്നാണ് അവർ കരുതുന്നത്. അമേരിക്കയെ അവർ ക്രൈസ്തവർ എന്ന് പരിഗണിക്കുകയാണ്. ഈ ഒരൊറ്റ കാരണത്താൽ തന്നെ ആലോചനാശീലമില്ലാത്തവരും അനാത്മീയരുമായ അത്തരം ചിന്താഗതിക്കാർ ക്രൈസ്തവരോട് പകരം വീട്ടണം എന്ന പ്രതികാര ചിന്തയാണ് ലോകമെങ്ങും ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള ഏത് ക്രിസ്ത്യാനിയോടും പകരം വീട്ടണം എന്നതാണ് അവരുടെ നിശ്ചയം. ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന ഒരു ഖാലിഫേറ്റ് ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഈ ചിന്താഗതിയിൽ ആകൃഷ്ടരായ അനേകം യുവാക്കൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. അവർ ഒരു മുസ്ലിം രാഷ്ട്രം, മുസ്ലിം ഖിലാഫത്ത് ഉണ്ടാക്കാൻ യത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. വാളെടുത്തുള്ള യുദ്ധം തൽക്കാലം സാധ്യമല്ലെന്ന് കരുതുന്നതിനാൽ ബൗദ്ധികമായ നീക്കങ്ങളും മുന്നേറ്റങ്ങളുമാണ് അവർ നടത്തുന്നത്. അതിനാരും തടസ്സം നിൽക്കരുത് എന്നും തങ്ങളുടെ ജന്മനാട്ടിൽ തങ്ങളുടെ രാഷ്ട്രം നിർമ്മിക്കുന്നതിന് തങ്ങൾക്ക് അവകാശമുണ്ട് എന്നും അവർ കരുതുന്നു. ഇതിനായി മരിക്കാൻ തയ്യാറാണെന്നും അവർ പ്രഖ്യാപിക്കുന്നു. ഇസ്ലാമിക് കാലിഫേറ്റിന് വേണ്ടി തങ്ങൾ ലോകമാകെ പ്രവർത്തിക്കും എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത നിലപാട്. ഈ ചിന്താഗതിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുമുണ്ട്. കൂടുതൽ ജാഗ്രതയോടെയും കരുതലോടെയും ആലോചനയോടെയും കൂട്ടായ്മയോടെയും മുൻപോട്ട് പോകുന്നില്ല എങ്കിൽ കേരളത്തിലെ ക്രൈസ്തവരെ സാവധാനം പൊതുസമൂഹത്തിന് മുൻപിൽ അപഹാസ്യരാക്കാനും അപ്രസക്തരാക്കാനും അവരുടെ സാമുദായിക ബോധത്തിന് തുരങ്കം വെച്ച് അവരെ ചിതറിച്ച് കളയാനും ഇവർക്ക് സാധിക്കും എന്നത് നിസ്സംശയമാണ്. കേരളത്തിലേക്ക് എത്തുന്ന കിലോ കണക്കിന് സ്വർണവും മയക്കുമരുന്നും അനുബന്ധ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും എല്ലാം പരിശോധിച്ചുകൊണ്ട് തീവ്രവാദം കേരളത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹം തന്നെ തിരുത്തേണ്ടതുണ്ട്. പടിവാതിലും പിന്നിട്ട് സെക്രട്ടേറിയറ്റിൽ തന്നെയാണ് തീവ്രവാദം സുഖവാസം നടത്തുന്നത് എന്ന് കേരള സമൂഹത്തോട് അദ്ദേഹം ഏറ്റുപറയണം.
അതിന് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ വ്യവസ്ഥകൾ ബാധകമല്ല എന്നതിനാൽ ഈ കുറ്റസമ്മതത്തെ പ്രതി അദ്ദേഹത്തിന് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയുമില്ല. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച.